മാപ്പ് വരയ്ക്കലിന് ശേഷം എന്യൂമറേറ്റർമാർ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു ഏരിയയാണ് കേരളത്തിലെ കക്കൂസിൻ്റെ തരം നിർണ്ണയിക്കൽ. കേരളത്തിൽ കക്കൂസിൻ്റെ ലഭ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ല. എന്നാൽ കക്കൂസിൻ്റെ തരം നിർണ്ണയിക്കുന്നതിൽ ചില കൺഫ്യൂഷൻസ് നിലനിന്നിരുന്നു. ആ കൺഫ്യൂഷൻസ് തീർക്കുന്നതിനാണ് ഈ വീഡിയോ. കേരളത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന കക്കൂസുകൾ ഫ്ലഷ് ഉപയോഗിച്ച് വെള്ളമൊഴിച്ച് പൈപ്പിലൂടെ ഒരു ടാങ്കിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള കക്കൂസുകളാണ്. പക്ഷേ ഇങ്ങനെയുള്ള കക്കൂസുകൾ രേഖപ്പെടുത്തുന്നതിന് കൃത്യമായിട്ട് ഒരു ഓപ്ഷൻ സെൻസസിലോ അല്ലെങ്കിൽ സെൽഫ് എന്യൂമറേഷനിലോ ഇല്ല. അവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പൈപ്പ്ഡ് സീവേജ് സിസ്റ്റമാണ്. പൈപ്പ്ഡ് സീവേജ് സിസ്റ്റം ഒരു പൈപ്പിലൂടെ വേസ്റ്റ് പോയിട്ട് അത് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു പൊതുഭരണാധികാരികളാൽ പരിപാലിക്കപ്പെടുന്ന ഭൂമിക്കടിയിലുള്ള ഒരു സംവിധാനമാണ്. അത് കേരളത്തിൽ പൊതുവെ അപൂർവമാണ്. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കാണ്. അത് നമ്മുടെ നാട്ടിൽ ഏകദേശം പുതിയ വീടുകൾക്ക് എല്ലാം ഉണ്ട്. അത് കോമൺ ആണ്. ആ ഓപ്ഷൻ സ്വീകരിക്കുന്നതിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. എന്നാൽ ഫ്ലഷുള്ള കക്കൂസുകൾക്ക് നമുക്ക് അതർ ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ്. മറ്റ് സിസ്റ്റം, ആ ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നീടുള്ള രണ്ട് ഓപ്ഷനുകൾ കുഴി കക്കൂസുകൾ, പിറ്റ് ലാട്രിൻ, അതുപോലെ ഇരട്ടക്കുഴി കക്കൂസ്, പിന്നെ ഒറ്റക്കുഴി കക്കൂസ്, സ്ലാബിട്ട വായു സഞ്ചാരമുള്ള കുഴിയോട് കൂടിയത്, പിന്നെ സർവീസ് കക്കൂസ്, തുറസായ അഴുക്കുചാലിൽ നിക്ഷേപിക്കുന്ന കക്കൂസുകൾ. ഇതെല്ലാം കേരളത്തിൽ അത്ര കോമൺ അല്ല. കാരണം കേരളത്തിൽ എല്ലായിടത്തും തന്നെ കക്കൂസുകളുണ്ട്. അത് കുഴി കക്കൂസാണെങ്കിൽ തന്നെ കുഴിയുടെ മുകളിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ള കക്കൂസ് വളരെ അപൂർവമാണ്. അപ്പോൾ ഈ രീതിയിൽ ഏത് കക്കൂസ് വേണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിൽ എന്യൂമറേറ്റർമാർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ദൂരീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.